ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സെപ്റ്റംബർ 1 തീയതി ചിന്താവിഷയം മൂല്യവർദ്ധന സമ്മാനങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ന് തിരിച്ച് നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള മൂല്യവർദ്ധനവിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതല്ലാന്ന് തോന്നുകയാണ്. ഒരു സംഭവം ഞാൻ തുടക്കത്തിൽ പറയാം. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എൻ്റെ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന ദിവസത്തിൽ അന്ന് തെക്കൻ മേഖലയിലായിരുന്നു. അതേ സമയത്ത് അദ്ദേഹം ആലുവ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം അവിടെ വന്ന് കണ്ടു. ഏകദേശം 9:30 ആയപ്പോഴാണ് എനിക്കും തോന്നി ഒന്ന് പോയി കാണണം. വന്ന വഴിക്ക് അതിന് സമയമുണ്ടെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടിയമ്മനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ കിടന്നോ അതോ തിരക്കാണോ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല തിരുമേനി പോരെന്ന് പറഞ്ഞു. ഞാൻ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ഷാൾ അണിയിച്ചു. ഷാൾ അണിയിച്ചത് ആണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ ഷാൾ അദ്ദേഹം നൂർത്തത് സാവധാനം മടക്കിയെടുത്തി വർത്താനത്തിൻ്റെ ഇടയിൽ തന്നെ. എന്നിട്ടത് മനോഹരമായിട്ടത് കൈ പിടിച്ചു. സാധാരണ ഷാൾ സ്വീകരിക്കുന്നവർ അതെവിടെയും ചുരുട്ടിക്കൂട്ടിയിടുക ചെയ്യുന്നത്. അത് ആളും തരവും കണ്ട് വലുപ്പം ചെയ്യാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ ഇറങ്ങി പോരുന്നത് വരെ അത് കയ്യിലുണ്ടായിരുന്നു, ആദരവോടെ. ഇതിൽ നിന്ന് ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവർ നമുക്ക് തരുന്നപ്പോൾ അവരുടെ അത് സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം, അത് മനോഹരമായിട്ട് നമ്മുടെ കൈകളിൽ ഇരിക്കുവാനും അത് സ്വീകരിക്കുന്നതിന് നന്ദി ചൊല്ലുവാനും നമുക്ക് കഴിയണം. നന്ദി ചൊല്ലി തീരുവാൻ വാക്കുകൾ പോരാ എന്ന് പാടിയാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ദൈവത്തോട് നമുക്ക് നന്ദിയുണ്ടോ? ദൈവത്തോട് നമുക്ക് നന്ദിയില്ല. നമുക്ക് കിട്ടിയത് പോരാ, കണ്ടത് പോരാ എന്ന് പറയാനല്ലാതെ കൊടുത്തത് പോരാ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിന് നന്ദി ചൊല്ലണം. അതുപോലെ തന്നെയാണ് മാതാപിതാക്കളുടെ കാര്യം. മാതാപിതാക്കൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മകനെ കൊടുത്തത് പോരാ, അവനെ പഠിപ്പിച്ചത് പോരാ, അല്ലെങ്കിൽ അവനെ വീതം വെച്ചത് പോരാ എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവക്ക്. ചില അമ്മമാരുടെ സങ്കടമാണ്, എന്ത് വെച്ച് കൊടുത്താലും അവന് പ്രിയപ്പെടില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ നന്ദിയില്ലാത്തൊരവസ്ഥ. ചിലർ അനുഗ്രഹിച്ച് ചില സ്ഥാനങ്ങളാക്കിയാൽ അവർക്ക് നന്ദിയില്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥ നമുക്ക് നല്ലതല്ല. നമ്മളെപ്പോഴും നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് പ്രധാനമായിട്ടും. നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചരിക്കുന്നതും പോകുന്നതെല്ലാം അവിടുത്തെ കരുണ കൊണ്ടാണ്, നമ്മളുടെ മിടുക്കുകൊണ്ടല്ലെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മെ സംബന്ധിച്ച് ചിന്തിക്കാനായിട്ട് വയ്ക്കുന്ന ചിന്താവിഷയം, നമ്മൾ നന്ദി ചൊല്ലുന്നവരാണ്. അത് പാടിയാൽ പോരാ, എല്ലാവർക്കും പാടാനറിയുമ്പോഴത്തേനും മൈക്ക് കിട്ടിയ പിന്നെ ഭയങ്കരം പാട്ടായിരിക്കും. പക്ഷെ അതൊന്നും അല്ല. ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി ചൊല്ലിത്തീരുവാൻ ദൈവം തമ്പുരാൻ അവിടുത്തെ അനുഗ്രഹം നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.